സിലിസിയായിലെ ടാർസസിലാണ് വിശുദ്ധ പൗലോസ് ജനിച്ചത്. സാവൂൾ എന്നായിരുന്നു വിശുദ്ധൻ്റെ ശരിയായ നാമം. ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജൂതവംശനായിരുന്നു വിശുദ്ധൻ്റെ മാതാപിതാക്കൾ. ജനനം കൊണ്ട് വിശുദ്ധൻ ഒരു റോമൻ പൗരനായിരുന്നു. ആദ്യ ക്രിസ്ത്യൻ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപാനോസിനെയും ഒരു വൃദ്ധനായ മനുഷ്യനെയും ഏതാണ്ട് 63 ഫിലിമോന് ലേഖനം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് കല്ലെറിഞ്ഞു കൊല്ലുന്നതിൽ വിശുദ്ധനും പങ്കാളിയായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ തുടക്കത്തിലായിരിക്കണം വിശുദ്ധൻ ജനിച്ചിരിക്കുക. തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനായി വിശുദ്ധൻ ജെറുസലേമിലേക്ക് പോയി. അവിടെ അദ്ദേഹം പണ്ഡിതനായ ഗമാലിയേലിൻ്റെയും ശിഷ്യത്വം സ്വീകരിച്ചു. കഠിനമായ പൈതൃക നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നു വിശുദ്ധന് അവിടെ ലഭിച്ചത്. വ്യാഖ്യാന ശാഖയിൽ അപാരമായ പാണ്ഡിത്യം നേടിയ വിശുദ്ധന് തർക്കശാസ്ത്രത്തിലും നല്ല പരിശീലനം സിദ്ധിച്ചിരുന്നു. പാലസ്തീനായിൽ ക്രിസ്തുവിൻ്റെ പരസ്യജീവിതം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വിശുദ്ധൻ തീക്ഷ്ണതയും ആവേശവുമുള്ള ഒരു ഫരിസേയനായിട്ടാണ് ടാർസസിൽ തിരിച്ചെത്തിയത്. മുഖ്യ പുരോഹിതൻ്റെ ഒരു ഔദ്യോഗിക ദൗത്യവുമായി വിശുദ്ധൻ ദമാസ്കസിലേക്ക് തിരിച്ചു. അവിടെയുള്ള ക്രിസ്ത്യാനികളെ ബന്ധിതരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ദൗത്യം. ഒരു ഉച്ചയോടടുത്ത് ദമാസ്കസ് അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ആകാശത്ത് നിന്ന് ഒരു തിളക്കമാർന്ന പ്രകാശവലയം അദ്ദേഹത്തിന് ചുറ്റും മിന്നി. യേശു തൻ്റെ മഹത്വമാർന്ന തിരുശരീരത്തോടുകൂടി അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും വിശുദ്ധൻ വ്യക്തമായി വിജയിച്ചു കൊണ്ടിരുന്ന മതപീഡന ദൗത്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസിൻ്റെ ആത്മാവ് പെട്ടെന്നുള്ള ഒരു പരിവർത്തനത്തിന് വിധേയമാവുകയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും സാവൂൾ എന്ന തൻ്റെ നാമത്തിന് പകരം പൗലോസ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് സുശേഷം പ്രസംഗിക്കുകയും വിശ്വാസം പ്രചരിപ്പിക്കുകയും ഏതാണ്ട് AD 65 റോമിൽ വെച്ച് ഒരു അപ്പസ്തോലനായി രക്തസാക്ഷിത്വ മകുടവും ചൂടി.